ഹലോ ഗായ്സ്, ഇന്ന് വ്ളോഗുള്ളത് കൊല്ലം ഹാർബറിലാണ്. കൊല്ലം ഹാർബറിൽ നമുക്കിന്നുണ്ടായ കുറേ കാഴ്ചകളും അവിടെ ഉണ്ടായ അനുഭവങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെന്നപ്പോൾ തന്നെ ഇങ്ങനെയുള്ള കുറേ നമ്മുടെ നാട്ടിലെ ചൊറകെന്ന് പറയും, പല നാട്ടിലും പല പേരായിരിക്കും ഇതിന്. അപ്പം ആ ഒരു മീനുകളെയാണ് ആദ്യമേ നമ്മൾ ആ ഹാർബറിലേക്ക് എൻ്റർ ചെയ്തപ്പോൾ കണ്ടത്. അപ്പം അവിടെ ലേലം വിളിക്കാനായിട്ട് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം 3000 മുതൽ ഏകദേശം 10000 വരെയുള്ള ആ ഒരു റേറ്റുള്ള മീനാണ് ഈ ഒരു നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് ഒരു അതിൻ്റെ ഒരു വലിപ്പം എന്ന് വെച്ചാൽ ഒരാളുടെ അത്രയുള്ള ഒരു വലിപ്പത്തിലുള്ള മീനുകൾ വരെ ചൊറക് എന്ന് പറഞ്ഞ ആ ഒരു മീൻ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. 10000 രൂപയാണ് ഏറ്റവും വലിയൊരു മീനിൻ്റെ വില. അപ്പം ഇതൊക്കെ നമുക്ക് ഒരു രാവിലെ ഏകദേശം 3 മണിയോടെയാണ് ഞങ്ങളവിടെ എത്തിയത്. 4 മണിയോടെ, 4 മണിയോടെയാണ് അവിടെ എത്തിയത്. അപ്പോൾ കാണുന്ന കാഴ്ചകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു വള്ളം. ആ വള്ളം വന്നപ്പോൾ ചൂരയാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ആ ഒരു വള്ളം നിറയെ ലൈലൻ്റ് വള്ളം എന്ന് ആണെന്ന് തോന്നുന്നു ഇവിടെ പറയാറുള്ളത്. ആ വള്ളം നിറയെ ചൂരകൾ കൂട്ടിയിട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വിസ്മയിപ്പിക്കുന്ന രീതിയിലുള്ള കാഴ്ചകളിലൂടെയാണ് ഞങ്ങൾ ആ സമയത്ത് കടന്നുപോയത്. ഒപ്പം തന്നെ വേദനാജനകമായ കാഴ്ചകളുണ്ട്. കാരണം ആ ഒരു സമൂഹത്തിൻ്റെ അധ്വാനവും കൂടെ നമുക്ക് ഈ ഒരു ചിത്രങ്ങളിൽ കാണാം. അങ്ങനെ ഒരുപാട് വള്ളങ്ങളിൽ നിന്നും ഇങ്ങനെ മീനുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് പാസ് ചെയ്ത് അങ്ങോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ചൂരയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങളന്ന് ചെന്ന സമയത്ത് കൂടുതൽ ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചത്. നിങ്ങൾക്ക് ആ ബക്കറ്റുകളിലൊക്കെ നിറച്ച് വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങ് നിന്ന് അവർ പൊക്കിക്കൊണ്ട് ഇവിടെ കൂടെ പാസ് ചെയ്ത് അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ്. അതായത് നമ്മൾ നേരത്തെ വന്നപ്പോൾ തന്നെ കണ്ട ആ ഒരു ലേല ഹാളിലേക്ക് അവിടെ എത്തിയ ശേഷം അവിടെ നിന്ന് ലേലം വിളിച്ചാണ് ഈ മീനുകളെല്ലാം ഓരോരോ കമ്പനിക്കാരും പിന്നെ നമുക്ക് വേണമെങ്കിൽ മേടിച്ചെടുക്കാനും പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ചൊറക് ഏകദേശം 3-4 പേര് പിടിച്ചിട്ട് പോലും പൊക്കി എന്താ പറയുക, അതിലേക്ക് ഇടാൻ പറ്റാത്തൊരു അവസ്ഥയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവരത് വളരെ ശ്രമപ്പെട്ട് പൊക്കി അതിലേക്ക് ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയ്ക്കും ഹെവിയാണ് സാധനം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 10000 രൂപയുടെ വരെ, അതായത് ഒരാളുടെ പൊക്കത്തിൽ തന്നെ ഉള്ള ഈ ഒരു ചൊറക് എന്നൊക്കെ ഞങ്ങൾ പറയും. ആ ഒരു മീൻ അവിടെ കാണാൻ സാധിക്കും. ഈ ചൂര ഒരു ഭാഗത്ത് ചെറിയ വള്ളങ്ങളിൽ ഇങ്ങനെ ചൂര കൊണ്ടുവന്ന് ഇങ്ങനെ ആ ഒരു കരയിലേക്ക് ഇടുന്ന കാഴ്ചയാണ്. ഇവിടുന്ന് ബക്കറ്റുകളിലാക്കി അവർ ആ ഒരു ഭാഗത്തേക്ക്, അതായത് നമ്മൾ ലേലം വിളിക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകും. അപ്പം അത് പിടിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ വെളിയിലേക്കിടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു 3-4 മണി ടൈമിൽ കൊല്ലം ഹാർബറിൽ ചെന്നാൽ കാണാൻ സാധിക്കുന്നത്. കാരണം നമ്മൾ കണ്ടിട്ടില്ലാത്ത പലതരത്തിലുള്ള മീനുകൾ ഒരു ബൾക്കായിട്ട് നമ്മുടെ കണ്ണിലേക്ക് വരുമ്പോൾ എന്താ പറയുക, വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് സമ്മാനിക്കുന്നതാണ്. പക്ഷേ ഇവിടുത്തെ അരേ സമൂഹത്തിൻ്റെ തന്നെ നമുക്ക് പറയാം, അവർ മീൻ പിടിച്ച് കൊണ്ടുവരുന്ന മീനിന് പറയത്തക്ക രീതിയിലുള്ള വാല്യൂ ഇവിടെ കിട്ടുന്നില്ലെന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഒരുപാട് വ്യത്യസ്തമായ മീനുകളൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും. ഹമൂർ വരെ ആ ഭാഗത്ത് നിങ്ങൾ കാണാൻ സാധിക്കുമായിരുന്നു. ഇവിടെ ഒരു മഞ്ഞ സ്റ്റിക്കർ രീതിയിൽ എല്ലാം ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രൈസൊക്കെ ആയിരുന്നു. ഇത് നമ്മുടെ ഹമൂർ, ഏകദേശം 5 കിലോ വരുന്ന ഒരു ഹമൂറൊക്കെയാണ് ചേട്ടൻ പൊക്കിക്കൊണ്ട് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു സമൂഹം വളരെ ചൂഷണങ്ങൾ ലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പ്രതീക്ഷിച്ചത്ര വിലയോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അവരുടെ അധ്വാനത്തിൻ്റെ ഒരു വാല്യൂ കിട്ടാറില്ല. കാരണം ലക്ഷങ്ങളിലെ മീൻ പിടിച്ചാലും 10000 മാത്രം കിട്ടുന്ന അവസ്ഥകളാണ് അവിടെ ഉള്ളത്. ഇതൊരു ഭാഗത്തായിട്ട് മീനുകളൊക്കെ വെട്ടിത്തരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മൾ മീൻ മേടിച്ചാലും വലിയ മീനൊക്കെ മേടിക്കുകയാണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് പെണ്ണുങ്ങളെ കൊണ്ട് വെട്ടിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം വലിയ മീനാണ്, അതിന് ക്ലീൻ ചെയ്യാൻ വളരെ പാടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് അത് വെട്ടി ക്ലീൻ ചെയ്ത് തരുന്ന പരിപാടികളെല്ലാം ഉണ്ട്, കഷ്ണങ്ങളാക്കി. അപ്പം ഹാർബറിൽ വന്നാൽ ഇങ്ങനെയുള്ളൊരു ഗുണം കൂടിയുണ്ട്. തുച്ഛമായ പൈസ കൊടുത്താൽ മതി. നിങ്ങളെ ഈ ഒരു വല്യച്ഛനെ ഞാൻ കാണിക്കുകയാണ്. അദ്ദേഹം ആ ഒരു വെള്ളത്തിലേക്ക് എടുത്ത് ചാടുകയാണ്. കാരണമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ സൈസിലുള്ള ഒരു മീൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കരയിലേക്ക് ഇട്ട സമയത്ത് വഴുകി ആ ഒരു
കടലിലേക്ക് വീണു. ഏകദേശം എങ്ങനെ പോയാലും ഒരു 3000-4000 രൂപയുടെ മീനാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി താഴേക്ക് പോയത്. പക്ഷേ ഈ ഒരു അവസ്ഥ വളരെ ദയനീയമായി എനിക്ക് തോന്നി. കാരണം എന്നല്ല, ഇവിടുത്തെ ഒരു വെള്ളത്തിൻ്റെ കാരണം ബോട്ടുകളൊക്കെ വരുന്നതുകൊണ്ട് വളരെ ശോചനീയമായ അവസ്ഥയാണ് വെള്ളത്തിൻ്റെ. വളരെ മലിനമായപ്പെട്ട ഒരു വെള്ളമാണ് ആ ഒരു ഭാഗത്തുള്ളതും. അപ്പോൾ അതിലേക്ക് എടുത്ത് ചാടി തൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ മീന് വേണ്ടിയുള്ള തിരച്ചിലാണ് അദ്ദേഹം. ആ കാഴ്ച കണ്ടപ്പോൾ വളരെ ദയനീയമായ ഒരു തോന്നി. കാരണം ഈ 3000-4000 രൂപയുടെ മീൻ വൻ നഷ്ടം തന്നെയാണ് ആ ബോട്ടിൻ്റെ അല്ലെങ്കിൽ ആ വള്ളത്തിൻ്റെ മുതലാളിയെ സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹം ഇറങ്ങി തപ്പുകയാണ്. എന്താ പറയുക, വളരെ ദയനീയമായ അവസ്ഥ. കാരണം വയസ്സായ ഒരു മനുഷ്യൻ കടലിലേക്ക് ഇറങ്ങി തപ്പുന്ന ആ ഒരു വൃത്തിഹീനമായ വെള്ളത്തിൽ ചാടി ആ ഒരു വലിയ മീന് വേണ്ടിയുള്ള തിരച്ചിൽ വളരെ കഷ്ടമായി തോന്നി. അവസാനം വരെ അത് കിട്ടിയിട്ടില്ല. അത് അദ്ദേഹം തിരിച്ചു കയറുന്ന അവസ്ഥയാണ് ഉണ്ടായത്. വളരെ ദയനീയമായ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് ഈ ഒരു സമൂഹത്തോട് നമ്മളവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് വളരെ ദയനീയമായിട്ട് തോന്നും. പിന്നെ ഒരുപാട് ഒരു രീതിയിൽ ഇവരെയൊക്കെ ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. വേറെ ഒന്നുമല്ല, മീനുകളുടെ പ്രതീക്ഷിച്ച വില. കാരണം നമ്മൾ നമ്മുടെ നാട്ടുകളിൽ നിന്ന് മേടിക്കുമ്പോൾ നമുക്കറിയാം എത്ര രൂപയാണ് ഓരോരുത്തരും ഈടാക്കുന്നത്. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ നമുക്കറിയാം എന്ത് റേറ്റിനാണ്, എത്ര പൈസയ്ക്കാണ്. കാരണം ലേലം വിളി നമുക്ക് കേൾക്കുവാൻ സാധിക്കും. ഈ ഒരു ചൂരയൊക്കെ ഇവർ വിളിച്ചെടുക്കുന്ന വെറും 100-നും 110-നും വിളിച്ച് എടുക്കുന്ന ചൂരകൾ നമുക്ക് ഇവിടെ കിട്ടുന്നത് 300-നും 400-നും. അതായത് അവർ വില കൊടുത്ത് മേടിക്കുന്നതിൻ്റെ ഇരട്ടി ലാഭം എടുത്താണ് നമ്മളിൽ നിന്നും ഇവർ ഈടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ കുറഞ്ഞ ശതമാനം മാത്രമാണ് നമ്മുടെ മത്സ്യ സമുദായത്തിന് കിട്ടുന്നത്. അതൊക്കെ വളരെ ഒരു ഇതായിട്ട് തോന്നി. ഇത് നമ്മുടെ ഓലമീൻ കട്ട് ചെയ്യുന്നതാണ്. ഓലമീൻ പലയിടത്തും ഞങ്ങളുടെ നാട്ടിൽ ഓല എന്നാണ് പറയുന്നത്, ഓലമീൻ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് കട്ട് ചെയ്യുന്ന ഒരു കാഴ്ചയാണ്. ഒരാളുടെ അത്രയും വലിപ്പമുണ്ട ഒരു മീനാണ്. അതിൻ്റെ ഭാഗങ്ങളൊക്കെ ഒരു ചേട്ടൻ പതുക്കെ നിന്ന് കട്ട് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെ നല്ലൊരു ദിവസമായിരുന്നു. കാരണം ഞങ്ങളുടെ കുറച്ച് പേഴ്സണൽ ആവശ്യങ്ങൾക്ക് വേണ്ടി കുറച്ച് ചൂര എടുക്കാൻ വേണ്ടിയാണ് അങ്ങോട്ട് ചെന്നത്. അതുകൊണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളും അത്ഭുതകരമായ കാഴ്ചകളും വേദനാജനകമായ കാഴ്ചകളും കാണുവാൻ സാധിച്ചു. അത് നിങ്ങളിലേക്കും ഷെയർ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ കുറച്ച് ചൂര എടുത്തുകൊണ്ട് ഞങ്ങളും അവിടുന്ന് യാത്രയാകുകയാണ്. അപ്പോൾ വീഡിയോ വാച്ച് ചെയ്യുന്നതിന് നന്ദി. നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.